ഹലോ ഗൈസ്, എല്ലാവർക്കും ചെമ്പനപ്പൂവിൻ്റെ പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അവൾ സജ്ജിയെ പലിശക്കാരൻ്റെ അടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊരു പൈസയുടെ അറേഞ്ച്മെൻറ്റിനായിട്ട് പോയേക്കുവാണ്. പക്ഷേ പലിശക്കാരൻ പറയുന്നുണ്ട്, നീ നേരത്തെ മേടിച്ച പൈസയൊക്കെ തിരിച്ചതാ, അതിന് ശേഷം നമുക്ക് ആലോചിക്കാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ സജ്ജി പറയുന്നുണ്ട്, ഇപ്പം എൻ്റെ കയ്യിലില്ല, പക്ഷേ എല്ലാം ഞാൻ തരാം, ഇപ്പം എൻ്റെ പൈസ ഇല്ലാഞ്ഞിട്ടാണെന്ന് സജ്ജി പറയുന്നുണ്ട്. അപ്പോൾ ആ പലിശക്കാരൻ പറയുന്നുണ്ട്, ആര് പറഞ്ഞില്ലെന്ന്, നിൻ്റെ ഭാര്യയുടെ കയ്യിലും കഴുത്തിലും ഒക്കെ ധാരാളം സ്വർണ്ണം ഉണ്ടല്ലോ, ഞാൻ കണ്ടതാണ്. അപ്പോൾ അത് ചോദിച്ചാൽ അതൊക്കെ ഇനി ഊരിക്കൊണ്ട് പോരെന്നാണ് പറയുന്നത് കേട്ടോ. അതൊക്കെ ഇനി ഊരിക്കൊണ്ട് പോര്, അത് കൊടുത്ത തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് നമ്മുടെ പലിശക്കാരന് സച്ചിയോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി ആകെ അത് എങ്ങനെയെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. കാരണം ചോദിക്കാൻ ഇപ്പോൾ ഒട്ടും പറ്റത്തില്ല. കാര്യം നമ്മുടെ രേവതിയോട് പിണങ്ങി നിൽക്കുവാണ് സച്ചി. രേവതിയെ എന്താ പറയുക, വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയൊക്കെ ചെയ്തില്ലേ. ആ ഒരു വല്ലാത്തൊരവസ്ഥ നിൽക്കുമ്പോൾ എങ്ങനെ രേവതിയോട് പോയി ചോദിക്കുന്നത്? ആ ഒരവസ്ഥ നിൽക്കുമ്പോൾ സച്ചി എന്ത് ചെയ്യും? ആകെ ഒരു എന്താ പറയുക, വിഷമത്തോടെ സച്ചി ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രേവതി വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. വീട്ടിലോട്ട് വരുമ്പോൾ ചന്ദ്രമതിയും ശ്രുതിയും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രുതി ഓഫീസിലൊക്കെ പോയിട്ട് വന്ന് നിൽക്കുവാന്ന് തോന്നുന്നു. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, നീ എവിടെ പോവാ? നീ മുകളിൽ പോയി കിടന്ന് ഉറങ്ങാനാണോ വന്നേന്നൊക്കെ ചോദിക്കും. റൂമിൽ കിടന്ന് ഉറങ്ങാനാണോ എന്ന് ചോദിക്കുമ്പോൾ രേവതി ഒന്നും മിണ്ടത്തില്ല. അപ്പം പറയുന്നത്, എൻ്റെ മോൻ ശ്രുതി, അവൻ ജോലി കഴിഞ്ഞ് വന്നാകെ ക്ഷീണിച്ച് നിൽക്കുകയാണ്, അവൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പോലും ഇവിടെ ആരുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്ക് അത് കേൾക്കുമ്പോൾ ഒരു ദേഷ്യമാവുന്നുണ്ട്. കാരണം ശ്രുതി ഇങ്ങനെ ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് കൂടി ഇങ്ങനെ നിൽക്കും, ഇതെല്ലാം കേട്ടുണ്ട് കേട്ടോ. അപ്പോൾ രേവതിയോടാണ് പറയുന്നത്, ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടെ ആരുമില്ല, നീ എവിടെ പോവാന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കും. അപ്പോൾ രേവതി ശ്രുതിയെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ പതുക്കെ വിളിക്കുന്നു കേട്ടോ. അപ്പോൾ ശ്രുതി എന്തോ അല്ലെങ്കിൽ ഓ ഇങ്ങനെ കണ്ടൊന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്. അപ്പോൾ നോക്കുക, അടുക്കളയിലെ ഫ്രിഡ്ജിനകത്ത് നമ്മുടെ ഈ മാതളനാരങ്ങ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ മിക്സി കഴുകി എല്ലാം വൃത്തിയാക്കി, ജാറെല്ലാം വൃത്തിയാക്കി അവിടെ ഇരിപ്പുണ്ട്. പഞ്ചസാര കാണുന്നിടത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അതെല്ലാം കൂടി ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് രേവതി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാണ് കേട്ടോ. അപ്പോഴത്തേനും ചന്ദ്രമതിക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്രമതി നേരെ അവിടെ നിൽക്കുന്ന പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ രേവതിയുടെ നേരെ ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ ചാനൽ അതിന് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.